പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാനത് ചെയ്തിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് 3 പോയിന്റ് പറഞ്ഞുതരാം. ഗംഗാനദി പതിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഗംഗാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. അതുപോലെ തന്നെ സിന്ധു നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? സിന്ധു നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. എവിടെയാണ്? അറബിക്കടലാണ്. നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണെന്ന് പറയുമ്പോൾ നർമ്മദ നദി പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടൽ. എവിടെയാണ്? അറബിക്കടലിലാണ്. താപ്തി നദി പതിക്കുന്നത് എവിടെയാണ്? താപ്തി നദി പതിക്കുന്നതും എവിടെ തന്നെയാണ്? അറബിക്കടലിലാണ്. എവിടെയാണ്? അറബിക്കടലിലാണ്. മഹാനദി പതിക്കുന്നത് എവിടെയാണ്? മഹാനദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. കാവേരി നദി പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. അതുപോലെ തന്നെ കൃഷ്ണാനദി പതിക്കുന്നത് എവിടെയാണ്? കൃഷ്ണാനദി പതിക്കുന്നതും എവിടെ തന്നെയാണ്? ബംഗാൾ ഉൾക്കടൽ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. ഗോദാവരി നദി പതിക്കുന്നത് എവിടെയാണ്? ഗോദാവരി നദി പതിക്കുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. എവിടെയാണ്? ബംഗാൾ ഉൾക്കടൽ. അതുപോലെ യമുനാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? യമുനാ നദി പതിക്കുന്നത് എവിടെയാണ്? ഗംഗാനദിയിലാണ്. എവിടെയാണ്? ഗംഗാനദിയിലാണ്. അതുകൊണ്ടാണ് യമുന ഗംഗയുടെ പോഷക നദിയായത്. അതുപോലെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ഒന്നിക്കുന്നൊരു സ്ഥലമുണ്ട്. ഏതാണെന്ന് അറിയാമോ? കന്യാകുമാരിയാണ്. ഏതാണ്? കന്യാകുമാരിയാണ്. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ഒന്നിക്കുന്ന സ്ഥലം കന്യാകുമാരി. കന്യാകുമാരിയെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം. വിവേകാനന്ദ സ്മാരകം എവിടെയാണ്? വിവേകാനന്ദ പാറ കന്യാകുമാരിയാണ്. തിരുവള്ളുവരുടെ പ്രതിമ എവിടെയാണ്? തിരുവള്ളുവരുടെ പ്രതിമ എവിടെയാണ്? കന്യാകുമാരി, തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. അതുപോലെ പറയുകയാണെങ്കിൽ അതുപോലെ കന്യാകുമാരി പ്രശസ്തമായ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കന്യാകുമാരി ദേവീക്ഷേത്രം വളരെ പ്രശസ്തമാണ് കേട്ടോ. ശക്തിപീഠങ്ങളിൽ ഒന്നെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? കന്യാകുമാരിയിലാണ്. എവിടെയാണ്? കന്യാകുമാരിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, അതായത് തിരുവള്ളുവരുടെ പ്രതിമയെയും വിവേകാനന്ദപ്പാറയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് പണിതിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. കന്യാകുമാരിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. അതുപോലെ ലോകത്ത് ഉദയാസ്തമനം കാണാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥലം ഏതാണ്? കന്യാകുമാരിയാണ്. ഏതാണ്? കന്യാകുമാരിയാണ്. അതുപോലെ തന്നെ 1-2 ലിങ്ക് പോസ്റ്റിൽ പറഞ്ഞുതരാം. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM എവിടെയാണെന്ന് അറിയാമോ? കന്യാകുമാരിയിലല്ല. എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? പത്തനംതിട്ടയിലാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ ATM സ്ഥാപിച്ച ആദ്യത്തെ തീവണ്ടി ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ആക്കുളം. അതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ പ്രിയ ഫ്രണ്ട്സിനോട് പറയുകയാണ്, നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക.